ഈ കാണുന്ന എക്സൽ വർക്ക്ഷീറ്റിലെ നെയിം എന്ന് എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് രണ്ട് നെയിമുകൾക്കിടയിലുള്ള സ്പേസ് റിമൂവ് ചെയ്ത് അണ്ടർസ്കോർ റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഫോർമുല ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ട ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈക്വൽസ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ. ടെക്സ്റ്റ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ഫസ്റ്റ് നെയിം എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ശേഷം കോമ. ഓൾഡ് ടെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത് സ്പേസ് ആണ്. അതിനുവേണ്ടി ഡബിൾ കോട്ട് സ്പേസ് ഡബിൾ കോട്ട് ശേഷം കോമ. ന്യൂ ടെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത് അണ്ടർസ്കോർ ആണ്. അതിനുവേണ്ടി ഡബിൾ കോട്ട് അണ്ടർസ്കോർ ഡബിൾ കോട്ട് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എൻ്റർ എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് നെയിമുകൾക്കിടയിൽ അണ്ടർസ്കോർ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. താഴെയുള്ള മറ്റ് സെല്ലുകളിലും സെയിം വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്ത് കൺട്രോൾ ഡി എന്നുള്ളത് സെലക്ട് ചെയ്തു. മൈക്രോസോഫ്റ്റ് എക്സലിനെ കുറിച്ചുള്ള മലയാളം വീഡിയോ ട്യൂട്ടോറിയലുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.